മാറി നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണിതെല്ലാം. പക്ഷെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാകത്തുള്ളൂ. പട്ടിണി കിടക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ആരും ചിന്തിക്കേണ്ട പട്ടിണി കിടക്കുന്ന അത്ര സുഖമുള്ള കാര്യമാണെന്നൊന്നും. ആണോ? തല്ല് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പ്രയാസമുള്ള കാര്യമാണ്. ഞാനതങ്ങ് എൻജോയ് ചെയ്യുകയാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ആരാ എൻജോയ് ചെയ്യുന്നത്? ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ആഫ്രിക്കയിലെ ഫുഡും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയായ കാര്യമൊന്നുമല്ല. പിന്നെ എൻജോയ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല. ഇവിടെ ആർക്കാണ് നാറുന്ന കക്കൂസും ഈച്ചയാട്ടുന്ന ഭക്ഷണവും ഉറക്കളപ്പും വഴിയിലെ കിടപ്പും ഒക്കെ ആർക്കാണ് ഇത്ര വലിയ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആരും എൻജോയ് ചെയ്യത്തില്ല. പിന്നെ എൻജോയ് ചെയ്യുന്നതല്ല ഇത്, നമ്മുടെ മേൽ കമാൻഡ് ഉണ്ട്. ഒരു ആഫ്രിക്കയിലെ ഒരു സുവിശേഷൻ പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ ഐ എൻജോയ് ഇറ്റ് ഓർ നോട്ട്, because I have commandments. I have the command of God. I have a commander. ഒരു പട്ടാളത്തിൽ ഒരു ജോലിക്കാരൻ, ഒരു പട്ടാളത്തിലൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അവരെന്തോ എൻജോയ് ചെയ്യുകയാണോ? ഈ തണുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുകയാണോ? അല്ല, അവൻ്റെ കമാൻഡർ പറയുന്നതിനെ അനുസരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുകയാണ്. എൻജോയ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നു. എന്താണ്? ഭക്ഷണമല്ല എൻജോയ് ചെയ്യുന്നത്, അനുസരിക്കുന്നത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ കർത്താവ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അനുസരണമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാൽവറി ക്രൂസിലെ വേദന കർത്താവ് എൻജോയ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിൻ്റെ എൻജോയ്മെൻ്റ് എന്താണ്? ഞാൻ എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, അവൻ അനുസരണമുള്ളവനായി തീർന്നു. എത്രത്തോളം? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഇങ്ങനെ ഒരു അനുസരണമാണ്. ക്രൂശിൻ്റെ അവസ്ഥയിൽ പോലും നമുക്ക് വിട്ടുമാറാത്തതായ അനുസരണമാണ് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ഒരു പക്ഷേ നമ്മൾ ചോദിച്ചു പോയേക്കാം. ചോദിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്നേരവും അവൻ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ എന്നാ. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് വിളിക്കുന്നത് എന്താ? എൻ്റെ ദൈവമേ. അതിൻ്റെ അർത്ഥം എന്തുവാ? കൈവിട്ടാലും നീയാ എൻ്റെ ദൈവമെന്നാ. ഹല്ലേലൂയ. അവൻ എന്നെ കൈവിട്ടാലും അവനാ എൻ്റെ ദൈവം, അവൻ എന്നെ കൊന്നാലും അവനാ എൻ്റെ ദൈവം. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോഴും എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ചോദിക്കുന്നത് ആരോടായിരിക്കണം? നിങ്ങളുടെ ദൈവത്തോടായിരിക്കണം. അവൻ ഒരിക്കലും പറഞ്ഞില്ല, ഇതെന്തോ ദൈവമാ, ഇതാണോ ദൈവം, ഞാൻ ഇത്രയും നാൾ അവനെ അനുസരിച്ചിട്ട് എന്താ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്, ഇവനാണോ എൻ്റെ ദൈവം എന്ന് ചോദിച്ചോ? ഇല്ല. വേദനയിലും നമ്മൾ നമ്മുടെ കർത്താവിനെ ദൈവമേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കഷ്ടതയിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും എല്ലാ രീതിയിലും മൈ ഗാഡ്, എൻ്റെ ദൈവമേ. മരണത്തിൻ്റെ അവസ്ഥകളിലൂടെ അവൻ കടന്നു പോകുന്നുണ്ട്. നമ്മൾ സാധാരണ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാര്യമാണ് 25-ാം വാക്യത്തിൽ, എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിൻ്റെ പൊടിയിലിട്ടുമിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എന്നെ എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. താഴോട്ട് വായിക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ നായുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നായ്ക്കൾ എന്നെ വളഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഒരു സിമ്പലാണ്. യെസബേലിനെ കുറിച്ച് എലിയാ പ്രവാചകൻ പറയുന്നത് എന്താണ്? നായ്ക്കൾ അവളുടെ രക്തം നക്കുമെന്നാണ്. അതായത് ദാറ്റ് സിംബോളൈസ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ഡൈ. അവിടെ മരണത്തെ മുഖാമുഖം കാണുന്നതായ ഒരു അവസ്ഥയാണിത്. അതാണ് 22-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത. ഈ പ്രവചനത്തിൽ വിടുതലല്ല പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രത്യേകത എന്താണ്? മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കർത്താവ്. ഇതെല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അവൻ അവിടെ എഴുതിയിരിക്കുന്നു എന്താണ്? അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, ഇല്ലേ? അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 16-ാമത്തെ വാക്യത്തിൽ
എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നോക്ക്, ഓൾ ദീസ് തിങ്സ് 22 സങ്കീർത്തനത്തിലെ, അതുകൊണ്ടാണ് ഇതിനെ ഒരു മശിഹയ സങ്കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിട്ട് ആരെങ്കിലും എഴുതിയതാണ് യേശുവിൻ്റെ കഥയെങ്കിൽ ആ എഴുതിയവനെ സമ്മതിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ജീവിതത്തിൻ്റെ ഓരോ വിശദാംശങ്ങളിലും, കർത്താവിൻ്റെ മരണത്തിൻ്റെ ഓരോ വിശദാംശങ്ങളിലും പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ എല്ലാം കോർത്തിണക്കി കൂട്ടിയിണക്കി ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുന്നവൻ അസാമാന്യ ആളായിരിക്കും, അല്ലേ പ്രിയമുള്ളവർ? ഇതൊരു സ്റ്റോറിയല്ല, ഇത് നടന്ന ചരിത്രത്തിൽ അരങ്ങേറിയ ഒരു സംഭവം, യേശുവിൻ്റെ മരണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിടുമ്പോഴും അവൻ തന്നെയാണ് ദൈവം. നമുക്ക് മനസ്സിലാക്കാൻ ഒരു പക്ഷേ പ്രയാസമാണ്. ആൾക്കാരൊക്കെ പക്ഷേ ചോദിച്ചേക്കാം, ഇതെങ്ങനെയാണ് പറ്റുന്നത്, ഇതെങ്ങനെ അറിയുന്നത്? മാർട്ടിൻ ലൂതർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർട്ടിൻ ലൂതറെല്ലാം വായിച്ച് കുറേ നേരം ആലോചിച്ചിരുന്നിട്ട്, മാർട്ടിൻ ലൂതറിൻ്റെ പുസ്തകങ്ങളും റൈറ്റിങ്സും ഒക്കെ ഭയങ്കര രസമാണ്. കുറേ നേരം ആലോചിച്ചിട്ട് പറയുന്നൊരു കാര്യം, God has forsaken God. Who can understand it? ദൈവം ആരെ കൈവിടുന്നു? ദൈവം ദൈവത്തെ കൈവിടുന്നു. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആലോചനയിൽ ഉറച്ചു നിൽക്കുന്ന, നമ്മുടെ ആലോചനയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ല. God is forsaking God. This is unbearable to our intelligence. നമ്മുടെ ബുദ്ധിക്കൊന്നും ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യം അല്ല ഇത്. പക്ഷെ അവിടുത്തെ ആ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ അടുത്ത സെഷനിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. എങ്കിലും ഇവിടെ ഞാൻ പറയട്ടെ, ഈവൻ വെൻ യു ആർ അബാൻഡൻഡ്, കർത്താവ് പറയുന്നത് അതാണ്, എന്നെ നീ കൈവിടുമ്പോഴും നീ എൻ്റെ ദൈവം തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ ഏറ്റവും ആഴമുള്ള പാഠം ഇതാണ്. ഗാഡ് ഈസ് എ സോവറിൻ ഗാഡ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ മറിയ പറയുന്ന കാര്യം, ഞാൻ ആരാ അവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ? എന്നെ തകർക്കുന്നവൻ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ കൈകളെ തുളയ്ക്കുവാൻ അവൻ ഇഷ്ടമാണെങ്കിൽ, ഞാൻ ആരാ ചോദ്യങ്ങൾ ചോദിക്കാൻ? ആദ്യം അവൾ ചോദിച്ചു, ഹൗ ക്യാൻ ഇറ്റ് ബി? ഐ ഹാവ് നെവർ നോൺ എ മാൻ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതുവരെ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപിയല്ല, എനിക്കെങ്ങനെയാണ് ഇത് സംഭവിക്കാൻ കാരണം? ചോദ്യം ചോദിച്ചു. അവൾ ചോദ്യം ചോദിച്ചു. നമ്മൾ കേൾക്കുമ്പോൾ അതൊരു ചോദ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷേ ഒരു പൊട്ടിത്തെറിയാണ്. മറിയയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പൊട്ടിത്തെറിയാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി? ഇതെങ്ങനെ പറ്റും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പാപം ചെയ്തില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭിണിയാകുന്നത്? ഞാനൊരു പുരുഷനെ പറഞ്ഞിട്ടില്ല. ഗബ്രിയേൽ ദൂതൻ പറയാണ്, മോളെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നീ എന്താ ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്? നീ ദൈവത്തിൻ്റെ മകളല്ലേ. ദൈവം എന്തും ചെയ്യട്ടെ, അവൻ എന്തും ചെയ്യാമല്ലോ, അവൻ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളുടെയും നമ്മുടെ പ്രയാസങ്ങളുടെയും പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇന്നിവിടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരിൽ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചോ. ദൈവത്തിന് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, ഒരു പക്ഷേ ദൈവം നൽകുന്ന ഉത്തരം നമുക്കൊരു പക്ഷേ മനസ്സിലായിരുന്നിരിക്കും, അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഗാഡ് ഹാസ് എൻ ആൻസർ. 3 വയസ്സുള്ളൊരു കൊച്ചിനോട് നമുക്ക് എന്താണ്, ഇപ്പോൾ എൻ്റെ മോള് വന്നിട്ട്, ഞാൻ പലയിടത്തും ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോള് 3 വയസ്സുള്ളപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ഈ എയർപ്ലെയിൻ എന്നാ മോളിൽ ചെന്നിട്ട് താഴോട്ട് വീഴാത്തെ? ഞാനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ദേണ്ട താഴോട്ട് വീഴുന്നു, ഇതിൻ്റെ പ്ലെയിൻ എന്നാ താഴോട്ട് വീഴാത്തെ? എന്നാൽ ഞാനെന്ത് പറയും? അതെ, ഞാൻ പറയാം, അതെ, മാസും അതിൻ്റെ സ്പീഡും തമ്മിലുള്ള, അല്ലെങ്കിൽ മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേയേറെ ഫിസിക്സ് എല്ലാം കൂടെ പറഞ്ഞാൽ ഈ 3 വയസ്സുള്ള കൊച്ചിന് വല്ലതും മനസ്സിലാകുമോ? ഇല്ല. എനിക്കിതിൻ്റെ ഫിസിക്സ് അറിയാമെങ്കിലും കുഞ്ഞിന് ഇതിൻ്റെ ഫിസിക്സ് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊച്ചിന് ഇല്ല. അതുകൊണ്ട് നമ്മളെന്താ പറയും? അത് മോളെ പണ്ട് തൊട്ടേ അങ്ങനെ, പ്ലെയിൻ ഉണ്ടായപ്പോഴേ മോളിൽ ചെന്നാൽ പിന്നെ താഴോട്ട് വീഴത്തില്ല. അതിൽ ഉത്തരവൊന്നും അല്ലെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് ഉത്തരവില്ലാഞ്ഞിട്ടല്ല, എന്താണ്, കുഞ്ഞിനത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതുപോലെ ദൈവത്തോട് ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കൊച്ചിനെ ഞാൻ 2 പൊട്ടിട്ട് കൊടുക്കും, അപ്പനോടാന്നോടി ചോദ്യം ചോദിക്കുന്നത് എന്ന് വല്ലതും ചോദിക്കും? ഇല്ല. എനിക്ക് ആ കൊച്ചിനെക്കുറിച്ച് അഭിമാനമേ തോന്നത്തുള്ളൂ. 3 വയസ്സേ ആയുള്ളൂ, ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകൾ, നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് ചോദിച്ചോ. തീർച്ചയായും ദൈവത്തിനൊരു ഉത്തരമുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത്, നിങ്ങൾ തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത്, നഷ്ടമായെന്ന് തോന്നുന്ന സമയത്ത്, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന സമയത്ത്, ദൈവം കൈവിട്ടുവെന്ന് തോന്നുമ്പോൾ പോലും അവനോട് വിളിക്കേണ്ടത് എൻ്റെ ദൈവമേ എന്നാണ്. സ്റ്റിൽ ഹീ ഈസ് ഗാഡ്.
അവൻ എന്നെ തകർക്കാനുള്ള അവകാശമുണ്ട്. മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവൻ എന്തും ചെയ്തോട്ടെ. ക്രൂശിൽ കിടന്ന് കരയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഉറക്ക നിലവിളിച്ച് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എലോവായ് എലോവായ് ലമ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവത്തിന് എന്തും ചെയ്യാം. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ദൈവത്തിന് എന്തും ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് അവനെ നമ്മൾ വിളിക്കേണ്ടത് മറ്റൊന്നുമല്ല, മൈ ഗാഡ്. നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ നീ എന്നെ തകർത്തുകൊള്ളൂ, നീ എന്നെ പൊട്ടിച്ച് കളയണമെങ്കിൽ, എൻ്റെ കൈകളെ തുളയ്ക്കണമെങ്കിൽ, എൻ്റെ കാലുകളെ തുളയ്ക്കണമെങ്കിൽ, കർത്താവേ ഒരു ക്രൂശാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെങ്കിൽ, എല്ലാ പ്രതിസന്ധികളുമാണ് മുന്നിലിരിക്കുന്നതെങ്കിൽ, എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷേ എനിക്ക് ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ എൻജോയ്മെൻറ്റ്, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിന്നെ അനുസരിക്കാൻ പറ്റുന്നതാണ്. അതിനപ്പുറത്ത് എനിക്കൊരു സന്തോഷമില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഞാൻ നിന്നെ ഒരിക്കലും മാറി നിന്ന് വിളിക്കത്തില്ല. ഐ വിൽ കോൾ യു മൈ ഗാഡ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ വിളിക്കാമോ, മൈ ഗാഡ്. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ ഒന്ന് വിളിക്കുക, മൈ ഗാഡ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. ഈ ഒരു റിലേഷൻ പോകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ സമയത്തും അവനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയുന്നതാണ് ആത്മീകമായ ഉന്നതമായ അവസ്ഥ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.